POK എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചില്ല എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതല്ലാതെയും ഒക്കെ എല്ലാവരും ചോദിക്കുന്നു. ആ ഒരൊറ്റ അവസരത്തിൽ നമുക്കത് തിരിച്ചു പിടിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് തിരിച്ചു പിടിക്കാതിരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നു. സത്യത്തിൽ ഈ POK എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശമുണ്ടല്ലോ, അത് പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളമാണ് അവിടെ നിന്ന് ജന്മം കൊണ്ടിട്ടുള്ള തീവ്രവാദ സംഘടനകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നമ്മൾ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ POKയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുകയാണ്. സർക്കാരിനെതിരെ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന അവാമി ആക്ഷൻ ലീഗ് കമ്മിറ്റിയുടെ പ്രവർത്തകർ പറയുന്നതും നമ്മളിപ്പോൾ പറഞ്ഞ ഇതേ കാര്യമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ നാടിനെ ലോകത്തിൻ്റെ തീവ്രവാദ ഫാക്ടറിയാക്കി മാറ്റി എന്നാണ് അവരും പറയുന്നത്. നോക്കൂ, ഈ പാക് അധീന കാശ്മീർ എന്ന് പറയുന്ന ഭാഗം, നമ്മൾ കാശ്മീർ പറയില്ലേ, എത്രയോ സുന്ദരമായിട്ടുള്ള ഭൂമിയിലെ സ്വർഗം എന്നൊക്കെയാണല്ലോ കാശ്മീരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുതന്നെയാണ് തൊട്ട ഒരു ചൂടകലെയൊക്കെയുള്ള ഈ പറയുന്ന ഈ പ്രദേശത്തും ഇതേ കാലാവസ്ഥയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് അവിടെയും ഉള്ളത്. ഈ പറയുന്ന പോലെ ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ, സഞ്ചാരികളെ മാടി വിളിക്കുന്ന തടാകങ്ങളും ഒക്കെ അവിടെയുമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള ജനസമൂഹം പാക് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 മാറ്റിക്കഴിഞ്ഞപ്പോൾ കാശ്മീരിൽ എന്ത് മാറ്റം സംഭവിച്ചുവെന്ന് അവർ നോക്കിക്കാണുകയാണ്. അപ്പോഴാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നരകയാതനയാണ്, ഇതൊന്നുമല്ല ജീവിതം എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറും ഈ ഒരു POK പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും വരുന്നത്. ഇതിനിടയിൽ ഈ സാധാരണക്കാർക്കിടയിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്, അല്ലെങ്കിൽ വിരാജിക്കുകയാണ് തീവ്രവാദികളും. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമോ? നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഉണ്ടോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ നിന്നുകൊണ്ട് ആ സർക്കാരിനെതിരെ സമരം നടത്തുന്നു. ആ സർക്കാർ അഴിച്ചുവിട്ടുള്ള ഇസ്ലാമിക് ഒരു മിലിഷ്യ, അതായത് അസീം മുനീർ നേതൃത്വം നൽകുന്ന ഒരു മിലിഷ്യ അവിടെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നു. അതും തീവ്രവാദികളാണ്. സ്വന്തം ജനങ്ങളെ കൊല്ലുന്നവനാരോ അത് തീവ്രവാദ സ്വഭാവമുള്ളവരല്ലേ. അവർ ചോദിച്ചത് അന്നമാണ്, സമാധാനമുള്ള ജീവിതമാണ്. അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടുന്ന സാധ്യതകളാണ് അവർ ചോദിക്കുന്നത്. അവിടെ ഭക്ഷണം കിട്ടാനില്ല, വിലക്കയറ്റം രൂക്ഷമാണ്. ഇതൊക്കെയായിരുന്നു ആ ജനം ചോദിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളെ അട്ടിമറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ അസീം മുനീറും സംഘവും നടത്തുന്ന പ്രവർത്തനമൊന്നും അവിടുത്തെ സാധാരണ ജനങ്ങൾ ചെയ്തിട്ടില്ല. അവർക്ക് ഈ സമരത്തെ ജയിക്കാനുള്ള പ്ലാനുകൾ പലതാണ്. അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ലഷ്കർ-ഇ തൊയ്ബയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ ആയിരത്തിലേറെ തീവ്രവാദ ക്യാമ്പുകളാണ് 90കളിൽ പരസ്യമായി നടന്നിരുന്നത്. 90കൾ എന്ന് നമ്മൾ ഒരിക്കലും അതിനെ കുറച്ച് കാണരുത്. 90കൾ കഴിഞ്ഞിങ്ങ് പോന്നിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ. അപ്പോൾ എത്രയൊക്കെ പോയാലും ഇതിൻ്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ടാകുമെന്നെങ്കിലും നമ്മൾ കരുതണ്ടേ. അപ്പോൾ പാക് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി മദ്രസകളോട് ചേർന്ന മതപഠനത്തിനൊപ്പമാണ് തീവ്രവാദ പരിശീലനവും ലഭിക്കുന്നത്. അപ്പം സിമ്പിളാണല്ലോ, അപ്പുറത്ത് മദ്രസ പഠനം, ഇപ്പുറത്ത് തീവ്രവാദ പഠനം. ഈ പഠനം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നതല്ലേ അവർക്കറിയാവുള്ളൂ. അപ്പോൾ അവരെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പരിശീലനം കൊടുത്തിട്ട് ഇവരെ കടത്തിവിടുന്നത്, നല്ലൊരു ശതമാനത്തെയും കടത്തിവിടുന്നത് ഇന്ത്യയിലേക്കാണ്. അവിടെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി കാശ്മീരിലെത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഈ ക്യാമ്പുകളിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തമായ തിരിച്ചടി നൽകുന്നത് കൊണ്ടും പാകിസ്ഥാൻ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു നിൽക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു ഇടിവ് വന്നത്. പക്ഷേ ഇടിവേ വന്നുള്ളൂ, പ്രവർത്തനം അവർ നിന്നിട്ടില്ല. താലിബാൻ, ഐസിസ് തൊട്ട് ഷിയ തീവ്രവാദത്തിനും ബൊക്കോ ഹറാം തീവ്രവാദികൾക്കും വരെ ബ്രാഞ്ചുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന POK എന്ന് പറയുന്ന ഭാഗം.
ഇത് പലപ്പോഴും ഈ പാക് സർക്കാരിന് തന്നെ ഇത് ഭീഷണിയാകുന്നുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള എന്താ പറയുക, കള്ളനോട്ട് അതിൻ്റെ ഹബ്ബായിട്ട് പ്രവർത്തിച്ച ഒരു ചരിത്രം കൂടി ഈ POKക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീതിതമായ ഒരു അവസ്ഥ നമ്മൾ ഓർത്തു പോകുന്നത്. എന്തായാലും അധിനിവേശ കാശ്മീരിൻ്റെ തലസ്ഥാനമാണ് മുസാഫറാബാദ്. അപ്പോൾ ഈ മുസാഫറാബാദിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഈ മുസാഫറാബാദിനുണ്ട് എന്ന് അർത്ഥം. നേപ്പാൾ വഴി വൻതോതിൽ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് ഇറക്കുന്ന രീതി ഇവിടെ വ്യാപകമായിട്ട് നടന്നിരുന്നു. ഗാന്ധി തലയുള്ള ഈ നോട്ടുകളൊക്കെ കൊടുത്താൽ ജിന്നയുടെ തലയുള്ള നോട്ടുകൾ കിട്ടിയ കാലം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അടിസ്ഥാനപരമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം ഇവിടെ പ്രകടമാണ്. കാശ്മീരിനെ തീവ്രവാദ മുക്തമാക്കാനും വികസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെയാണ് ഇന്ത്യയുടെ ഭരണകൂടം അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിനെ അവഗണിക്കുകയാണെന്ന് ഇന്ന് നമ്മൾ എന്താ പറയാ, തലയ്ക്ക് ലേശമെങ്കിലും വെളിവുള്ള ഒരാൾ പോലും പറയില്ല. അങ്ങനെ പറയുന്നവർക്കൊക്കെയും പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇത് പറയും, ആരാണ് പറയുക? തീവ്രവാദികൾ പറയും. സ്വാഭാവികമാണല്ലോ. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പാക്കേജുകളും പദ്ധതികളും ഒക്കെ ഇപ്പോൾ കാശ്മീരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാക് ഈ പറയുന്ന അധിനിവേശ കാശ്മീരെ വർഷങ്ങളായി പാകിസ്ഥാൻ അവരെ കൃത്യമായിട്ട് അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പ്രദേശം വേണം, എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷയില്ല, ഭക്ഷണമില്ല, യാതൊരു തരത്തിലുമുള്ള സൗകര്യങ്ങളുമില്ല, ഇതൊന്നും നൽകുകയുമില്ല. സിയാവുൽ ഹക്കിനെ പോലെയുള്ള അതിക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾക്ക് അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് കൊല്ലാനും തള്ളാനും ഒക്കെയുള്ള എന്താ പറയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചാകാനും ഒക്കെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ആ തീവ്രവാദികളെ സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നു ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അജ്മൽ കസബ്, മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതിയായിരുന്നല്ലോ അജ്മൽ കസബ്. ഈ കസബിന് വരെ പരിശീലനം കിട്ടിയത് ഈ പറയുന്ന POKയുടെ തലസ്ഥാനമായിട്ടുള്ള മുസാഫറാബാദിൽ നിന്നായിരുന്നു എന്നാണ് വിവരം വന്നത്. അപ്പോൾ മുസാഫറാബാദിന് ഈ തീവ്രവാദികൾ നൽകുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കസബിനെ തികച്ചും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഈ കസബ് എന്ന് പറയുന്ന തീവ്രവാദി. ആ കസബിനെ പണവും ഓഫറുകളൊക്കെ നൽകി മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെ വിത്തൊക്കെ ഇട്ടുകൊടുത്ത് ചാവേറാക്കി മാറ്റിയത് സാക്ഷാൽ ISI തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടന ആയിരുന്നു എന്നാണ് ഈ പറഞ്ഞത്. ISI അവരുടെ ചാരസംഘടനയാണ്. അങ്ങനെ ആയിരക്കണക്കിന് പേരുടെ ജീവിതം ഇവർ ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. തീവ്രവാദത്തിന് തീവെട്ടി പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ കളി തീക്കളിയാണെന്ന് സത്യത്തിൽ പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതാന്ത്യത്തോളം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന താലിബാൻ, അൽ ഖ്വയ്ദ, ISIസിനും തൊട്ട് സകല ഇസ്ലാമിക ഈ സംഘടനകൾക്ക് ഇവിടെ ബ്രാഞ്ചുകൾ ഉണ്ടായി എന്നുള്ളതാണ്. പാക് താലിബാൻ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ നോക്കി തിരിഞ്ഞുകൊത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവരെ ഇല്ലാതെയാക്കാൻ മറ്റാരുടെയെങ്കിലും പിന്തുണ വേണ്ടുന്ന, അല്ലെങ്കിൽ US-ന്റെ കാല് പിടിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പാകിസ്ഥാൻ പോന്നു. എന്തായാലും POKയിൽ പ്രക്ഷോഭം നടക്കുന്ന സകല സമയത്തും ഈ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ളതാണ്. അത് വേറെ ആരും വിശ്വസിക്കില്ല. ഈ തലയ്ക്ക് ഓളമുള്ളവരൊന്നും അത് വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. ഈ ഒരു സമരം പ്ലാൻ A മാത്രമാണ് എന്നൊക്കെയാണ് ഈ പറയുന്ന അവാമി ആക്ഷൻ ലീഗിൻ്റെയൊക്കെ പ്രധാന നേതാവായിട്ടുള്ള ഷൗക്കത്ത് നവാസ് മിർ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് ഒരു മുന്നറിയിപ്പ് നൽകിയത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ മുന്നറിയിപ്പ്? ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു എന്ന കാര്യം അധികാരികളെ അറിയിക്കാനുള്ള ഒരു സന്ദേശമാണിത്. അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് മറ്റ് പദ്ധതികളുണ്ട്. അത് പ്ലാൻ Bയും Cയുമാണ്. അതിന് പുറമെ അതിതീവ്രമായിട്ടുള്ള പ്ലാൻ Dയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്ലാൻ D എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇടപെടലാണ് എന്നുള്ളതാണ് വലിയ തോതിൽ പറഞ്ഞു പരത്തപ്പെട്ട ഒരു കാര്യം. പാക് അധിനിവേശ കാശ്മീരിലുള്ള അവകാശവാദം ഇന്ത്യ ഇപ്പോഴും തുടരുകയും ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ലോകവേദികളിലെല്ലാം തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വക്താക്കളായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അത് POK എന്നുമല്ല പറയുന്നത്.
അത് ഇന്ത്യയുടേതാണ് എന്നുള്ളതാണ് പറയുന്നത്. വാക്ക് തന്നെ പാക് അധിനിവേശ കാശ്മീർ എന്നുള്ള വാക്ക് പോലും ശരിയല്ല, അത് നിങ്ങൾ ഉച്ചരിക്കരുത് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ലോകവേദികളിൽ പോലും പറയാറുള്ളത്. ഇത് തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ, നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരൊക്കെയും ഇത് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും നമ്മൾ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2020 കാലാവസ്ഥാ വ്യതിയാനം പ്രവചനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിലെ മുസാഫറാബാദ്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നടപടി ഇന്ത്യ ഈ മണ്ണിന് വേണ്ടി പോരാടാൻ ഒരുക്കമാണ് എന്നതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു. ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ എന്നിവ POKയിലെ താപനിലയും കാലാവസ്ഥയും ന്യൂസ് ബുള്ളറ്റിനുകൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വകാര്യ ചാനലുകളും ഇത് പിന്തുടരണമെന്ന നിർദ്ദേശവുമുണ്ട്. ജമ്മു കാശ്മീരിലെ കാലാവസ്ഥ ഉപവിഭാഗത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, മുസാഫറാബാദ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പരാമർശിക്കുന്നത്. അതായത് ഇന്ത്യക്ക് ഇപ്പോഴും POK ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇനി ഇതിലാരും അവകാശം പറയാൻ വരണ്ട എന്നുള്ളത് തന്നെയാണ്. 1 ഇഞ്ച് മണ്ണ് പോലും ഇതിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യയുടേതായി തീരും, അത് സ്വയമേവ ഇന്ത്യയുടേതായി തീരും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളെല്ലാം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം. ഇവിടെയാണ് പ്രക്ഷോഭകാരികളുടെ പ്ലാൻ D കൂടി കൂട്ടി വായിക്കപ്പെടുന്നത്. ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ POKയിൽ മാത്രമല്ല കേട്ടോ, ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവർ ഒരുപാടാണ്, ഏറെയുണ്ട്. 2023 സെപ്റ്റംബറിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഒരു ഷിയ പുരോഹിതനെ അറസ്റ്റ് ചെയ്തത് ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ വലിയ ഒരു പ്രതിഷേധത്തിന് നയിച്ചിരുന്നു. അന്ന് ചലോ ചലോ കാർഗിൽ ചലോ, അതായത് നമുക്ക് കാർഗിലിലേക്ക് പോകാം എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രതിഷേധക്കാർ ഈ മേഖലയെ ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം വരെ നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ അനധികൃതമായിട്ടുള്ള അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ കാശ്മീരി ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷബീർ ചൗധരി പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോൾ POKയിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഷബീർ ചൗധരി ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയിലേക്ക് ലയിക്കുകയാണ് അധിനിവേശ കാശ്മീരികൾക്കും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലാൻ D എന്ന് പറയുന്നത് ഇവിടെ സുവ്യക്തമാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് ആ മണ്ണിന് വേണ്ടി, അത് സ്വയമേവ നമ്മളിലേക്ക് വരും. അതിനുള്ള അരങ്ങ് അവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി അതിന് പിന്നിൽ ഇന്ത്യയാണോ എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ഭാരത സർക്കാരാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായ സമയത്ത് വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.